നിയോഗത്താലി പെയിന്റിംഗ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്തു തീർക്കുവാൻ വേണ്ടിയാണ് അഥർവ അവൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയത്. ഏകദേശം ഒരു 30 മിനിറ്റോളം നേരം അവൻ ലാപ്പും തുറന്നു വെച്ച് അതിൻ്റെ മുന്നിലിരുന്നു. വർക്കുകളൊക്കെ ഒന്ന് ഓടിച്ചു തീർത്തിട്ട് അഥർവ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ശ്രീനന്ദ ഉറങ്ങാതിരിക്കുന്നതാണ് കണ്ടത്. അവൻ അകത്തേക്ക് കയറി വന്നതും അവൾ കട്ടിൽ നിന്ന് എണീറ്റ് നിന്നു. എന്താടോ, താൻ ഇതുവരെയായിട്ടും കിടന്നില്ലേ? അഥർവ ചോദിച്ചതും അവളില്ലെന്ന് ചുമൽ ചലിപ്പിച്ചു. എന്തുപറ്റി? തനിക്ക് ഉറക്കമൊന്നുമില്ലേ? എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല. എന്താ, തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെന്താ? ഒന്നുമില്ല, വെറുതെ. അവൾ പെട്ടെന്ന് തന്നെ കട്ടിലേക്ക് കയറി ചുവരിലേക്ക് ചേർന്ന് കിടന്നു. അഥർവ് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് തിരികെ വന്നപ്പോ ശ്രീനന്ദ കണ്ണുകളൊക്കെ അടച്ച് ചുരുണ്ടു കൂടി കിടപ്പുണ്ട്. എന്നാൽ അവൾ ഉറങ്ങുകയില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. നന്ദ, അവൻ വിളിച്ചതും ശ്രീനന്ദ മുഖം തിരിച്ച് അവനെ ഒന്ന് നോക്കി. തീരെ ഉറക്കം വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എടുത്ത് വായിക്കേ. എന്നിട്ടും ആ പെണ്ണിന്റെ മുഖത്ത് എന്തൊക്കെയോ വെപ്രാളം പോലെ അവന് തോന്നി. എല്ലാം പഠിച്ചു കഴിഞ്ഞേട്ടാ. അഥർവ് വന്നിട്ട് അവിടെ അരികിലേക്ക് കിടന്നു. കൈ എത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. നന്ദയ്ക്ക് എന്നോടുള്ള പേടി ഇനിയും മാറിയിട്ടില്ലേ? അവന്റെ ചോദ്യം കേട്ടതും ശ്രീനന്ദയ്ക്ക് ആകെ സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ അഥർവിനോടൊപ്പം ഒറ്റയ്ക്ക് ഈ റൂമിൽ കിടക്കുവാൻ അവൾക്ക് എന്തൊക്കെയോ ഒരു വല്ലായ്മയുണ്ട്. ആരെങ്കൂട്ടം കൂടെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും തോന്നിയിട്ടുമില്ലെന്ന് എന്ന് കരുതി അഥർവിനെ അകറ്റി നിർത്തുവാനും അവൾക്ക് മനോ അനുവദിക്കുന്നില്ല. ഒരു കൗമാരക്കാരിയുടെ മനസ്സിലുണ്ടാവുന്ന പലവിധ ചിന്തകളായിരുന്നു അവൾക്കും അപ്പോൾ. പക്ഷേ അത് ആരോടും പങ്കുവയ്ക്കുവാനാവാത്ത അവസ്ഥയിലായിരുന്നു അവൾ. എന്നാൽ അഥർവിന് എന്തൊക്കെയോ ഒരു തോന്നൽ പോലെ. അവൻ ചെരിഞ്ഞു വന്നിട്ട് ശ്രീനന്ദയുടെ തോളി പിടിച്ചു. എടോ നന്ദ. വീണ്ടും അവൻ വിളിച്ചതും ശ്രീനന്ദ എണീറ്റ് ചുവരിലേക്ക് ചേർന്നിരുന്നു. താൻ എന്തിനെങ്ങനെ എണീറ്റിരിക്കുന്നത്? കിടക്കടോ. അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചതും ശ്രീനന്ദ കൃത്യം ആ നെഞ്ചിലേക്കാണ് വന്ന് വീണത്. അവൾ എണീറ്റ് പോകാൻ തുടങ്ങിയതും അഥർവിന്റെ ഇരു കൈകളും അവളെ പുണർന്നിരുന്നു. ഇത്തിരി നേരം അവൾ കിടന്നു കുതിറി. പക്ഷേ അഥർവ് അവളെ തന്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റാൻ കൂട്ടാക്കിയില്ല. ഏട്ടാ പ്ലീസ്, അവൾ വിതുമ്പി. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ആ അരണ്ട വെളിച്ചത്തിലും അവളുടെ മുഖഭാവം അവൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരല്പം പോലും പിന്നോട്ട് പോകാതെ അഥർവ് തന്റെ പിടുത്തം ഇത്തിരി കൂടി മുറുക്കുകയാണ് ചെയ്തത്. കുറച്ചു സമയം അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രീനന്ദ ഒന്ന് റിലാക്സായി. ആദ്യത്തെ മാനസിക പിരിമുറുക്കമൊക്കെ അകന്നു പോകും പോലെ അവൾക്ക് തോന്നി. നന്ദ. വീണ്ടും അവൻ വിളിച്ചതും ശ്രീനന്ദ മുഖം ഉയർത്തി. ഇയാളുടെ സമ്മതമില്ലാണ്ട് ഒന്നിനും തൻ്റെ അരികിലേക്ക് ഞാൻ വരില്ല കേട്ടോ. ഇനി അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്തങ്ങ് കളഞ്ഞേക്കണം. അവൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. അത് കേട്ടതും ശ്രീനന്ദയൊന്നും വിറച്ചു പോയിരുന്നു. എടോ, താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ ഇയാളെ മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയാണോ? അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നന്ദ, എൻ്റെ മോൻ്റെ അമ്മയായിട്ടാണ് താനിവിടെ വന്നത്. പക്ഷെ അവന് താനിപ്പോൾ ഒരു കൂട്ടുകാരിയാണ്. ആൻറ്റി എന്നവൻ വിളിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് താനവൻ്റെ മൂത്ത ചേച്ചിയാണെന്ന്. നിങ്ങളുടെ രണ്ടാളുടെയും കളിയും ചിരിയും സംസാരവും ഒക്കെ കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമുണ്ട്. എന്നും താൻ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ തനിക്ക് പഠിക്കണ്ടേ? പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണല്ലോ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളുടെയൊക്കെ ഒരാഗ്രഹം. താനത് സാധിക്കണം. തനിക്കെല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടാകും. അതിനപ്പുറം വേണ്ടാത്ത ഒരു ചിന്തകളും തൻ്റെ മനസ്സിലേക്ക് വരാൻ പാടില്ല. ഞാൻ തന്നെ മറ്റൊരു തരത്തിലും മിസ്യൂസ് ചെയ്യില്ല. അങ്ങനെ ഒരു പേടിയും വേണ്ട. ഈ കട്ടിലിൽ നമ്മൾ ഒരുമിച്ച് കിടന്നെന്ന് കരുതി, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തനിക്കിത്ര ഏജൊക്കെ ഉള്ള ആളല്ലേ, അത്യാവശ്യം വിവരം അറിയാലോ. അതുകൊണ്ട് താൻ വറീഡാവൊന്നും വേണ്ട. നമ്മൾ തമ്മിൽ ഒരുമിച്ച് കിടന്നെന്ന് കരുതി പേടിക്കുകയും വേണ്ട. നാളെ മുതൽ ഞാൻ ആര്യൻകുട്ടനെ നമ്മുടെ കൂടെ കിടത്താം. അപ്പോൾ തനിക്ക് ആ ടെൻഷനങ്ങ് മാറുമല്ലോ. പറയുന്നതെല്ലാം കേട്ടപ്പോഴേക്കും ശ്രീനന്ദയ്ക്കും തോന്നി തൻ്റെ മനസ്സിലെ വേണ്ടാത്ത പേടിയും ചിന്തകളുമൊക്കെ അകന്നു പോകുകയാണ്. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണവൾ. അവളെ പുണർന്നിരിക്കുന്ന അവൻ്റെ കൈകൾ മെല്ലെ അവളുടെ തോളിൽ തലോടുന്നുണ്ടായിരുന്നു. അവൻ്റെ ഒരു സംരക്ഷണവും കരുതലുമൊക്കെ ശ്രീനന്ദ അനുഭവിക്കുകയായിരുന്നു. പാർവതി വിളിച്ചോ?
അഥർവ് ചോദിച്ചതും അവൾ തലകുലുക്കി. മുന്നേ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ഉം. തനിക്ക് വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലേ? ഇല്ല, പാറുവാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ബാക്കിയുള്ളവരാരുമായിട്ടും അങ്ങനെ വലിയ കമ്പനിയൊന്നുമില്ല. അതെന്തു പറ്റി? വേറെ ആരും തന്നോട് കൂട്ടുകൂടാൻ വന്നില്ലേ? ഇല്ല. പെട്ടെന്ന് അവൾ പറഞ്ഞതും അഥർവ് ചെറുതായി ഒന്ന് അമ്പരന്നു. അതെന്തു പറ്റി? വേറെ ആർക്കും എന്നെ ഫ്രണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് പലരും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാറു മാത്രമാണ് എന്നെ ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് എനിക്ക് അവളോടാ കൂടുതൽ ഇഷ്ടം. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ പരിഹസിക്കുന്ന പിള്ളേർ ഇപ്പോഴും ഉണ്ടോ? ഉം. എന്റെ ക്ലാസ്സിൽ ബാക്കിയുള്ളവരൊക്കെ റിച്ചായിട്ട് വരുന്നവരാ. എനിക്ക് മെറിറ്റിലാ സീറ്റ് കിട്ടിയേ. പാറു മാത്രമായിരുന്നു എന്നോട് കൂട്ടുകൂടാൻ എപ്പോഴും വരുന്നേ. ബാക്കിയുള്ളവരൊക്കെ കണക്കാ. ആ, തന്നെ മൈൻഡ് ചെയ്യാത്തവരെ താനും മൈൻഡ് ചെയ്യണ്ട. അതുപോരെ? മതി. തനിക്ക് അമ്മാവനെയും അമ്മായിയൊക്കെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പോകണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഒന്ന് പോയിട്ട് വരാട്ടോ. അഥർവ് പറഞ്ഞതും ഒരു നിമിഷം അവൾ ഒന്നും മിണ്ടാതിരുന്നു. ഏട്ടാ, അമ്മാവനെ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതെന്താ? അമ്മായിയും പെൺമക്കളും ഒരു പ്രത്യേക രീതിയാണ്. അവർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. എന്തേ അങ്ങനെ? പണ്ട് മുതലേ അങ്ങനെ തന്നെയാ. അമ്മാവൻ പാവാണോ? അതെ, അമ്മാവൻ എന്നോട് സ്നേഹമുണ്ട്. പക്ഷെ അമ്മായിയെ പേടിച്ച് എപ്പോഴും സംസാരിക്കാനൊന്നും വരത്തില്ല. എങ്കിൽ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി അമ്മാവനെ പോയി കണ്ടിട്ട് വരാം. തന്റെ അമ്മാവന് കടയുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അമ്മാവിന് ടൗണിൽ ചെറിയൊരു പലചരക്കടയുണ്ട്. ഈ സാറ്റർഡേ നമുക്ക് പോകാം. ചെന്ന് കണ്ടിട്ട് പോരാം കേട്ടോ. ആ, ശരിയേട്ടാ. അവൾ കദർവിനോട് സംസാരിക്കുമ്പോഴൊക്കെ അവനോടുള്ള പേടി അകന്നു പോകുകയാണ്. നാളെ കോളേജിൽ പോകേണ്ടതല്ലേ, ഇനി ഉറങ്ങിക്കോളൂ നന്ദ. അവൻ പറഞ്ഞതും ശ്രീനന്ദ തലകുലുക്കി. ഇത്ര നേരം കഴിഞ്ഞിട്ടും അവൾ അവനിൽ നിന്നും അകന്നു മാറാതെ ആ നെഞ്ചിൽ തന്നെ മുഖം ചേർത്ത് കിടക്കുകയാണ്. ആ കിടപ്പിൽ അവൾ പതിയങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു. അഥർവാണ് അവളെ മെല്ലെ മാറ്റിക്കിടത്തിയത്. പുതപ്പൊക്കെയെടുത്ത് പുതപ്പിച്ചു കൊടുത്തതും അവൻ തന്നെയാണ്. വല്ലാത്തൊരു പ്രണയം അവളോട് തോന്നിപ്പോവുകയാണെന്ന് അവൻ ഓർത്തു. താൻ എന്തെങ്കിലും ചോദിച്ചാൽ നിഷ്കളങ്കമായിട്ടാണ് അവൾ മറുപടി പറയുന്നത്. യാതൊരു കളങ്കവുമില്ലാത്ത ഒരു പാവം പെൺകുട്ടി. അതുതന്നെയാണ് അവളെ എല്ലാവർക്കും ഇഷ്ടമാവുന്നതും. ഏറെ നേരം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ കിടന്നു. ഒടുവിൽ എപ്പോഴോ അവനും ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോയിരുന്നു. അടുത്ത ദിവസം കാലത്തെ ശ്രീനന്ദയെ അഥർവായിരുന്നു വിളിച്ചുണർത്തിയത്. അവനും ഇത്തിരി ലേറ്റായിട്ടാണ് ഉണർന്നത്. അതുകൊണ്ട് തന്നെ ഇനി കിടന്നാൽ ശരിയാവില്ലെന്നുള്ളതുകൊണ്ട് അവൻ ശ്രീനന്ദയോട് എണീക്കാൻ പറഞ്ഞു. അവൻ വിളിക്കേണ്ട താമസം ശ്രീനന്ദ ചാടി എണീറ്റു. നന്ദ, ഇന്നിത്തിരി നേരത്തെ റെഡിയാവണം കേട്ടോ. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം ഏട്ടാ. അച്ഛനോട് പറഞ്ഞ എന്നെ കവലയിലേക്ക് ഇറക്കിക്കോളും. ഏട്ടന് നേരത്തെ പോകണമെങ്കിൽ പൊയ്ക്കോളൂ. അതൊന്നും സാരമില്ല, നമുക്ക് ഒരുമിച്ച് പോകാം. താനൊരു 10 മിനിറ്റ് മുന്നേ കോളേജിൽ ചെന്നെന്ന് കരുതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എനിക്കൊരു പ്രശ്നവുമില്ല. ആ സമയമാകുമ്പോഴേക്കും കൂടുതൽ പേരും ക്ലാസ്സിലെത്തും. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, താനൊരു 8:15 റെഡിയായി നിൽക്ക്. ശരിയേട്ടാ. അവൾ തലകുലുക്കി. എല്ലാ ദിവസവും കാലത്തെ നേരെ ശ്രീനന്ദ അടുക്കളയിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ ഇന്ന് അവൾ കുളിച്ചു ഫ്രഷായി ടൈം ടേബിളൊക്കെ ഒന്ന് നോക്കി ടെക്സ്റ്റുകൾ ബാഗിലേക്ക് വെച്ചു. ശേഷം താഴേക്ക് ഇറങ്ങിപ്പോയത്. ഭവാനിയമ്മയും ഇന്ദിരയും ചേർന്ന് ഓരോരോ ജോലികളിലായിരുന്നു. ആര്യൻകുട്ടൻ എണീറ്റ് അച്ഛനോടൊപ്പം മുറ്റത്തൂടെ കളിക്കുന്നുണ്ട്. അമ്മേ, നന്ദ വിളിച്ചതും ഇന്ദിര തിരിഞ്ഞു നോക്കി. മോൾ എണീറ്റോ? ഇന്ന് നേരത്തെ കുളിയും കഴിഞ്ഞോ? അവളെ കണ്ടതും അവർ ചോദിച്ചു. ഏട്ടൻ ഇന്ന് കുറച്ച് നേരത്തെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുളിച്ച് റെഡിയായതാ. 8:15 ഇറങ്ങുന്നാണ് ഏട്ടൻ പറഞ്ഞത്. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് ഇന്നലെ അച്ഛനോടും പറയുന്ന കേട്ടു. എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാം. പറഞ്ഞുകൊണ്ടവർ കാബേജ് തോരനു വേണ്ടിയുള്ളതൊക്കെ ചേർത്ത് അടുപ്പത്തേക്ക് വെച്ചു. ഭവാനിയമ്മ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. മീൻ തലേദിവസം വറുക്കുവാനെ മസാല ചേർത്ത് പുരട്ടി വെച്ചത് ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കിഴങ്ങുകറിയുമായിരുന്നു. അതും റെഡിയായിട്ടുണ്ടായിരുന്നു. ശ്രീനന്ദ പ്ലേറ്റുകളൊക്കെ കഴുകി വെക്കാനായി തുടങ്ങിയപ്പോഴേക്കും ഭവാനിയമ്മ അവളെ തടഞ്ഞു. മോള് കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, അതൊക്കെ അവിടെ വെക്ക്.
അമ്മ ചെയ്തോളാട്ടോ. കുഴപ്പമില്ലമ്മേ. ഡ്രസ്സൊന്നും മാറിയിട്ടില്ലല്ലോ. വേണ്ടെന്നേ. മോളുടെ ദേഹത്തൊന്നും അഴുക്കാക്കണ്ട. സ്നേഹത്തോടെ ഭവാനിയമ്മ അവളുടെ കയ്യിൽ നിന്നും ആ പ്ലേറ്റുകളൊക്കെ വാങ്ങി കഴുകി വെക്കുവാൻ തുടങ്ങി. മോളെ, അതർവിനും മോൾക്കുള്ള ലഞ്ച് എടുത്ത് വെച്ചോളൂ കേട്ടോ. ആര്യൻകുട്ടനുള്ളത് അമ്മ വെച്ചോളാം. അവനൊന്ന് ഫ്രൂട്ട്സ് കൂടുതൽ കൊടുത്തുവിടേണ്ട ദിവസാ. ഇന്ദിര പറഞ്ഞതും ശ്രീനന്ദ അതർവിന്റെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. അമ്മേ, അതർവ് വിളിച്ചതും ഇന്ദിര തിരിഞ്ഞു നോക്കി. എന്താ മോനി? ഗീതാന്റി വിളിക്കുന്നുണ്ടല്ലോ. അവൻ ഫോൺ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു. തിരുവാതിരകളിയുടെ വിവരങ്ങൾ പറയുവാനായി ഇന്ദിരയുടെ ഫ്രണ്ട് ഗീത വിളിക്കുന്നതാണ്. ഇന്ദിര അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന നേരത്ത് ശ്രീനന്ദ മീനൊക്കെ പൊരിച്ചു വെച്ചു. കാബേജ് തോരൻ വെച്ച് വാങ്ങുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവൾ ലഞ്ച് ബോക്സ് റെഡിയാക്കി. നന്ദ, വേഗം പോയി ഒരുങ്ങു കേട്ടോ. സമയം മണി 8 പോകുന്നു. അഥർവിന്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് തന്നെ അവൾ റൂമിലേക്ക് ഓടിപ്പോയി. യൂണിഫോം ഒക്കെ ധരിച്ച് വേഗം റെഡിയായി അവൾ മുറിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അഥർവ് ഷർട്ടിടുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ മുഖം പൊത്തി തിരിഞ്ഞു നിന്നു. അത് കണ്ടതും അവന് ചിരി വന്നു. അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നതിനിടെ ശ്രീനന്ദയുടെ ചുമലിലൊന്ന് തട്ടി. ഡോ. അവൻ വിളിച്ചതും ശ്രീനന്ദ കണ്ണു തുറന്നു. നിറയെ രോമങ്ങൾ തിങ്ങി നിൽക്കുന്ന അവന്റെ നെഞ്ചിലേക്കായിരുന്നു അവൾ ആദ്യം നോക്കിയത്. അയ്യേന്ന് പറഞ്ഞ് അവൾ വീണ്ടും മുഖം പൊത്തിയതും അഥർവ് ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയിരുന്നു. ആര്യൻകുട്ടൻ ആന്റി വന്നിട്ട് ഭക്ഷണം കഴിക്കുവാൻ അവളെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ശ്രീനന്ദ കുഞ്ഞിന് ഇടിയപ്പം നാളികേര പാൽ ചേർത്ത് കുഴച്ചു കൊടുത്തു. അവന് പൊട്ടറ്റോ കറിയൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തത്. 2 ഇടിയപ്പവും 1 ഗ്ലാസ് പാലും ഒക്കെ കുടിപ്പിച്ച് അവനെ മിടുക്കനാക്കി നിർത്തിയ ശേഷം ശ്രീനന്ദയും കഴിച്ചത്. കൃത്യം 8:15 തന്നെ അഥർവും നന്ദയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. മക്കൾ രണ്ടാളും പോകുന്നത് നോക്കി സന്തോഷത്തോടെ ഇന്ദിരയും മാധവനും ഉമ്മർത്ത് നിൽപ്പുണ്ട്. ആര്യൻകുട്ടിന് ടാക്റ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീനന്ദ. താൻ ഫോൺ എടുത്തിട്ടുണ്ടോ? അഥർവ് ചോദിച്ചതും അവൾ തലകുലുക്കി. വൈകുന്നേരം ഞാൻ വരുവാണ്, വിളിച്ചേക്കാം. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഡ്രൈവറെ അയക്കാം കേട്ടോ. കുഴപ്പമില്ലായിരുന്നു ഏട്ടാ, ഞാൻ ബസ്സിൽ പോയിക്കോളായിരുന്നു. ഏട്ടൻ വെറുതെ ബുദ്ധിമുട്ടുണ്ട. അവൾ പറഞ്ഞത് മറുപടിയായി അഥർവ് അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അത് കണ്ടതും ശ്രീനന്ദയുടെ മുഖം കുനിഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെയല്ല, കുറേ പിള്ളേരുണ്ട്. കോളേജ് വിട്ട വഴി പോകാനായിട്ട് ഞാൻ അവരുടെയൊക്കെ ഒപ്പം പോയിക്കൊള്ളായിരുന്നു. ഇയാളല്ലേ പറഞ്ഞത് ആരും തന്നോട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലെന്ന്? പാർവതി മാത്രമാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ. അതെ. അവൾ തലകുലുക്കി. പിന്നെങ്ങനെയാ കോളേജ് വിട്ട് കൂട്ടുകാരുമായിട്ട് പോകുന്നേ? അല്ല, ആ റൂട്ടിലേക്കുള്ള ബസ്സിൽ അവരൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാറുള്ളപ്പോൾ പിന്നെ എന്തിനാണോ താൻ ബസ്സിൽ ഇടിയൊക്കെ കൊണ്ടുപോകുന്നത്? ഞാൻ വണ്ടി അയക്കാം. പിന്നീട് അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നു. കോളേജിൽ എത്തുന്നത് വരെയും അവൾ അഥർവിനോട് കൂടുതലൊന്നും സംസാരിച്ചതേയില്ല. ചെറുതായി അവന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളുടെ പ്രകൃതി ഇതായതുകൊണ്ട് അവനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അഥർവിനോടൊപ്പം കാറിൽ വന്നിറങ്ങിയ പെണ്ണിനെ കുട്ടികളെല്ലാവരും അടിമുടി നോക്കി. അവനോട് യാത്ര പറഞ്ഞിട്ട് ശ്രീനന്ദ പെട്ടെന്ന് തന്നെ കോളേജിനകത്തേക്ക് കയറി. പാർവതി ഇല്ലാത്തത് അവൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. എങ്കിലും എക്സാം ഒക്കെ അടുത്തു വരുന്നതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലൊക്കെ നന്നായി ശ്രദ്ധിച്ചാണ് അവൾ ഇരുന്നത്. നോട്ട്സ് കൃത്യമായിട്ട് തന്നെ എഴുതിയെടുത്തു. റിവിഷൻ കൊടുത്ത പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി വായിച്ചു. തലേ ദിവസം അഥർവ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ തനിക്കും ജീവിതത്തിൽ വിജയിക്കണമെന്നും സ്വന്തമായിട്ടൊരു ജോലി നേടണമെന്നൊക്കെ ശ്രീനന്ദയ്ക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ശ്രീനന്ദ ഫോൺ കയ്യിലെടുത്തത്. വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ പാർവതിയുടെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ക്ലാസ്സിലാണെന്നും വീട്ടിലെത്തിയ ശേഷം വിളിക്കാമെന്നും അവൾ മറുപടി കൊടുത്തു. അഥർവിന്റെ നമ്പർ എടുത്ത് നോക്കി. ആര്യൻകുട്ടനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അവന്റെ പ്രൊഫൈൽ പിക്ചർ. അതിലേക്ക് നോക്കിയിരുന്നപ്പോൾ അവൾക്ക് രണ്ടാളെയും കാണാൻ ഒരുപാട് മോഹം തോന്നിപ്പോയി. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്നാണ് ആ പെണ്ണിന്റെ ചിന്ത. അന്ന് വൈകുന്നേരം അഥർവായിരുന്നു ശ്രീനന്ദയെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയത്. കോളേജ് ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവൾ ഫോണെടുത്ത് അവനെ കോൾ ചെയ്തു. അപ്പോഴാണ് ഞാൻ വെളിയിലുണ്ടെന്നും ഇങ്ങോട്ടേക്ക് പോരാനും അഥർവ് പറഞ്ഞത്. അത് കേട്ടത് അടക്കാനാവാത്ത സന്തോഷത്തോടെ ശ്രീനന്ദ കാറിന്റെ അരികിലേക്ക് ഓടി വന്നു. തുടരും.
നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്വന്തം മിത്ര.